എങ്ങോട്ടാണ് ഈ കഥവും തള്ളി തുറന്ന് പോണേന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ റൂം ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിത് നമ്മുടെ ഹോസ്പിറ്റൽ റൂമിലേക്ക് ടൂർ പോവാം കേട്ടോ. റൂം തുറന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സോഫ സെറ്റ് ഇരിപ്പുണ്ട്. അതിന്റെ മുകളിൽ ഒരു മാങ്ങാണ്ടി ചെറുക്കൻ ഇരിപ്പുണ്ടേ. തൊട്ടിപ്പുറത്തൊരു ടേബിൾ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. രാവിലത്തെ വളിച്ച സാമ്പാറും വളിച്ച ചമ്മന്തിയും ഒരു പാത്രത്തിലാക്കി അമ്മ ഇവിടെ സുരക്ഷിതമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഇവിടത്തെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും പിന്നെ ചായ കുടിക്കാനുള്ള ഗ്ലാസും ദേണ്ട തൊട്ടപ്പുറത്ത് പഞ്ചസാര ഒരു പോണിയിലാക്കി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പ്രത്യേകിച്ച് കുളിക്കാറൊന്നും ഇല്ലെങ്കിലും അമ്മ എന്തിനോ വേണ്ടി വെളിച്ചെണ്ണയും കൊണ്ടുവച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ, അതുകൊണ്ട് പൗഡറും ഇരിപ്പുണ്ട് കേട്ടോ, പൗഡർ. പിന്നെ ഈ പണക്കാരെവിടെ ഉണ്ടോ, അയ്യോ പണക്കാരല്ല കേട്ടോ, പനിക്കാരെവിടെ ഉണ്ടോ അവിടെ നമ്മുടെ ബ്രെഡും ഉണ്ടാവും. അപ്പൊ മേടിച്ചതിന്റെ ബാക്കി ബ്രെഡാണിത്. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ദേണ്ട എവനില്ലാണ്ട് പറ്റില്ല. ഫ്ലാസ്ക് ചായ മേടിക്കണമെങ്കിലും കട്ടൻ ചായ മേടിക്കണമെങ്കിലും ഫ്ലാസ്ക് മുഗ്യം ബിഗിലേ. വെള്ളമൊന്നും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണ്ട. തൊട്ടപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് പോയി ബോട്ടിൽ എടുത്താൽ മതി. പിന്നെ ദേണ്ട ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്തെ റൂമിൽ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ബൈനോക്കുലർ. ഇത് കടയ്ക്കൽ ഉത്സവത്തിന് പോയപ്പോൾ മേടിച്ചാണ്. ഒരെണ്ണത്തിന് 150 രൂപ കേട്ടോ. കടയ്ക്കൽ ഉത്സവം എന്ന് പറയുമ്പോഴേ ഇപ്പൊ നെഞ്ചിലൊരു ആദ്യമാണ്. പിന്നെ ടേബിളിന്റെ തൊട്ടടിയിൽ ഒരു ചെയർ ഇരിപ്പുണ്ട്, നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തൊട്ടപ്പുറത്ത് പേഷ്യന്റിന്റെ ബെഡ് ഇതാണ്. അതിനകത്ത് ഒരു പീക്കറി കൊച്ചു കിടപ്പുണ്ട്. അത് എന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള കിടപ്പാണ് ഈ കിടക്കുന്നത്. നിലത്ത് ഞങ്ങളുടെ 1-2 ബാഗും ഇരിപ്പുണ്ട്. ദേണ്ട തൊട്ടപ്പുറത്ത് ഒരു ട്രിപ്പിന്റെ സ്റ്റാൻഡും ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ 2 ബെഡാണ് ഉള്ളത്. തൊട്ടടുത്ത ബെഡിൽ എന്നെ നോക്കാനെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് പോലും അറിയാതെ ദണ്ട സുഖമായിട്ട് സുഖിച്ച് കിടന്നുറങ്ങുന്നത് കണ്ട എന്റെ അമ്മ. അവിടെ കിടക്കുന്ന ബാഗും തുണികളെല്ലാം ശീതൂട്ടി വാരി വലിച്ചെറിഞ്ഞിട്ടേക്കുവാണേ. പാവ അമ്മയ്ക്കും പനിയാണ് കേട്ടോ, ആണ് അമ്മ കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ വിശാലമായിട്ടുള്ള റൂം കേട്ടോ. 2 ഫാനുണ്ട്. ഒന്ന് മുകളിൽ കിടന്ന് കറങ്ങുന്ന ടേബിൾ ഫാനും, അയ്യോ മുകളിൽ ടേബിൾ ഫാൻ അല്ല സീലിംഗ് ഫാനും. പിന്നെ ഇതുപോലൊരു ഫാനും ഇരിപ്പുണ്ട്. ഇത് വൈകുന്നേരം 6:30 മണിക്ക് മാത്രമേ ഓൺ ആവുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓൺ ആവുന്നതാണേ. ഇനി അടുത്തൊരു വലിയ ഡോർ കണ്ടിട്ട് ഒരു റൂമിനകത്ത് വേറൊരു റൂമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബാത്റൂമാണ്. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ആ ഡോർ നമ്മളിങ്ങനെ തുറന്ന് കയറി വരുമ്പോൾ നമ്മുടെ വിശാലമായിട്ടുള്ള ബാത്റൂമാണേ. മുകളിൽ ഹീറ്ററുണ്ട്, ഷവറുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്ത് വലിയൊരു ക്ലോസറ്റ് അല്ല, വലിയൊരു വാഷ് ബേസിനും ഉണ്ട്. പിന്നെ വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ, നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഈ കണ്ണാടിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ്. ഞാനൊന്ന് മെലിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടല്ലേ. ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാതെ പ്രൈവറ്റിൽ വരുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെയൊന്നും കേട്ടോ, എനിക്ക് പനി പിടിച്ച് ബോധമില്ലാണ്ട് എന്നെ എടുത്തോണ്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ റൂം. ഇത് വാർഡല്ല കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു ഹോസ്പിറ്റൽ എന്താണ് വീട് പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ വാർഡ് ഇതല്ല, ഇത് സ്പെഷ്യൽ റൂമാണ്. നമ്മളിവിടെ അഡ്മിറ്റ് ആകുമ്പോൾ റൂമാണ് എടുക്കാറുള്ളത്. കാരണം പിള്ളേരെ കൊണ്ട് നിൽക്കണ്ടേ. അപ്പോൾ വാർഡിലാകുമ്പോൾ നമുക്ക് അതിനുള്ള സ്ഥലമില്ല. വാർഡിൽ അറിയാമല്ലോ, അത് കൂടെ ഒരു 4-5 ബെഡുണ്ടാവും, ഒരു ചെയറുണ്ടാവും. ബൈസ്റ്റാൻഡറിന് ചിലപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വരുമ്പോൾ പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് വാർഡിൽ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ റൂം എടുക്കുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടം കിടന്നപ്പോൾ നമുക്കിവിടെ സ്ഥിരം പുള്ളികളാണല്ലോ. ഡെയിലി റൂമിന് 500 രൂപയാണ് കേട്ടോ. 500-നകത്താണ് ഒരു ദിവസം റൂമിൻ്റെ റേറ്റ് വരുന്നത്. ഒരു 5 ദിവസം കിടക്കുമ്പോൾ എല്ലാം കൂടെ മരുന്നിനും ഉൾപ്പെടെ ഒരു 10,000-6,000 രൂപയ്ക്കകത്തൊക്കെ ആവും. വലിയ പൈസ എന്ന് പറയാനില്ല. ഇവിടെ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവാണ് അഡ്മിറ്റ് ആയാൽ. ഗവൺമെൻറ് ഹോസ്പിറ്റലും കുഞ്ഞുങ്ങളെ കൊണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രൈവറ്റ് എടുക്കുന്നത് കേട്ടോ. പ്രൈവറ്റ് എടുക്കുന്നതല്ല, പ്രൈവറ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ റൂമിൻ്റെ ടൂറ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ. കൈ വയ്യ, കുത്തി വയ്യ. ഒരു ദിവസം 4 ഇഞ്ചക്ഷൻ. അപ്പോൾ ഒരു വരുവായി കൈയൊക്കെ ഉണ്ടോ. ഇപ്പോൾ നാളെ ബുധനാഴ്ച, വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ടാറ്റാ.